ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. അറിയാമല്ലോ, ഡൽഹി കുറച്ച് കൺജസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇന്നലെ നിന്നു. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് ഇറങ്ങാൻ പോവാണ് ഓരോ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ പുള്ളിക്കാരനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളി നമ്മുടെ വണ്ടി വരേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പോന്നോ. അപ്പൊ ഗൈസ്, നമ്മുടെ ജിതേന്ദ്ര സിംഗ് ആണ് നമ്മള് ഗൈഡായിട്ട് വന്നേക്കുന്നത്. പുള്ളി 10-20 വർഷമായിട്ട് ഇവിടെ തന്നെയുള്ള ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ കയറി. ആദ്യം നമ്മൾ പോകുന്ന ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ കേരള ഹൗസിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവിടെ ചെന്നപ്പം അവിടെ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നേരെ നമ്മളെ പുള്ളി നമ്മുടെ ശരവണ ഭവനിൽ കൊണ്ടാക്കി കേട്ടാ. അപ്പോൾ ഡൽഹിയിലെ ഫുഡിനൊക്കെ ഭയങ്കര പൈസയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, തൊട്ടയും പിടിച്ചതിനൊക്കെ പൈസയാണ്. എന്നാൽ ഫുഡ് മര്യാദയ്ക്ക് കിട്ടൂല. അങ്ങനെ ശരവണ ഭവനിൽ ചെന്നപ്പോൾ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മൾ 4 മസാല ദോശ 2 സെറ്റ് പൂരിയാണ് ഇപ്പൊ കഴിച്ചത്, പിന്നെ 4 കാപ്പിയിട്ട. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരവണ ഭവനിൽ നിന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് എനിക്കാണ് കുഴപ്പമില്ല, ക്വാളിറ്റിയുള്ള ഫുഡ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടാ. നല്ല വെയില, പൊരിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാണ് ഗൈസ്. അതെ, നമ്മളെല്ലാരും ഉണ്ട്. വെള്ളത്തിൽ ചവിട്ടി ഗൈസ്. ഗൈസ്, നമ്മളാ കയറുന്നിടത്ത് പല വെറൈറ്റിയിലുള്ള പാനിപൂരികളും പാവ് ബജിയും എല്ലാ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊന്നും മേടിച്ചില്ല. എനിക്ക് എന്തോ മനസ്സുകൊണ്ട് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നടന്നു പോവാണ്. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. നമ്മുടെ നാട്ടിലത്തെ വെയിൽ വെച്ച് കണക്കാക്കി ഇങ്ങോട്ട് വരരുത് കേട്ടോ. നാട്ടിലത്തെ വെയിൽ വെച്ച് നമ്മൾ ഒന്ന് നടക്കുമ്പോഴേക്കും വയർത്ത് പോവും, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടത്തെ വെയിൽ അങ്ങനെയല്ല മക്കളെ. നമ്മളെ മുഖത്തൊക്കെ ഇങ്ങനെ ഉപ്പിന്റെ തരിയില്ലേ, അമ്മാതിരി സംഭവങ്ങളൊക്കെ വരും. കാരണം അതുപോലത്തെ വെയിലാണ്. കുഴഞ്ഞു പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പോരാത്തതിന് ഡൽഹി ഇപ്പോഴും പണ്ടും എല്ലാം അറിയാലോ, പൊല്യൂഷന്റെ അയിര് കളിയാണ് മക്കളെ. അപ്പോൾ നല്ല രീതിക്ക് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ട പ്രിക്കോഷൻ ഒക്കെ എടുത്തിട്ട് വേണം നടക്കാട്ടോ. ഫോട്ടോ എടുത്ത് തരണേട്ടാ ഗൈസ്. നമ്മൾ ടിവിയിൽ മാത്രം കണ്ടിട്ടില്ല, ഇന്ത്യ ഗേറ്റ് ആണ് ഗൈസ് ഈ കാണുന്നത്. സ്വപ്നം സാക്ഷാത്കരിച്ചു ഗൈസ്. ഗൈസ്, ഈ ബയ്യ കിടന്നും മറിഞ്ഞും ഒക്കെ നിന്നിട്ടാണ് നമ്മുടെ സമയത്തുള്ള ഫോട്ടോ എടുക്കുന്നത് ഗൈസ്. എനിക്കിടയ്ക്ക് ചിരി വന്നിട്ട് കുറെ ഓൾഡ് മോഡൽസ് ഒക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ. കിട്ടുന്നിട്ടൊക്കെയാണ്. ഓ, എന്താ ഒരു ഡെഡിക്കേഷൻ. സൂപ്പർ. ഏതിങ്ങനെ പിടിക്കും സ്വന്തം ക്രാവിനെ കിടന്ന് ട്രോളുന്നു അപ്പനും അമ്മേനെയും. ഗൈസ്, നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇതാണിത് ഇവര് ഫോട്ടോ എടുക്കുന്ന ക്രാവിനെ തുമ്പി പിടിക്കുന്നൊക്കെ പറഞ്ഞ് അതിനെ കളിയൊക്കെയാണ് ഗൈസ്. ഇവിടെ എന്താ പറയാ, നിറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ആണ് കേട്ടോ. അടിയാണ് നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട്. നമ്മളാണെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പൊ പുള്ളിക്കാരൻ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എടുത്ത് പിടിച്ച് വന്നപ്പോൾ 93 ഫോട്ടോസായി. അതിന് 30 രൂപ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ അവസാനം സെലക്ട് ചെയ്ത് ഇന്ന ഫോട്ടോസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ സെലക്ട് ചെയ്യാണ്. അങ്ങനെ സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ സംഭവം. അങ്ങനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം തമ്പുരാൻ നമുക്കങ്ങനെ ഉണ്ടാക്കി തന്നത് ഗൈസ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇന്ത്യയുടെ തലസ്ഥാനത്തേക്കൊക്കെ എത്തിപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ്. നമ്മൾ ഈ ഇന്ത്യയുടെ ഏതോ ഒരു മുക്കിലെടുക്കുന്ന ആൾക്കാരാണ്, കേരളത്തിലെടുക്കുന്ന ആൾക്കാരാണ്. ഇവിടെ എത്തിപ്പെടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇതൊക്കെ കാണാൻ പറ്റിയാല്. നല്ല വെയിലാണ് കേട്ടോ, കണ്ണടിച്ചു പോണ വെയിലാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്ന് ഇന്ത്യ ഗേറ്റ് ആണ്. പിന്നെ ദാണ്ടെ ആ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ആ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ ഓൾഡ് രാജ്ഭവൻ. അപ്പം ഇവിടെ വന്നാൽ അവിടെ കാണാം. നിറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ആണ്, ഫുൾ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഇവിടെ. ഫുൾ അടിയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, അപ്പൊ നമ്മള് ശരിക്കും നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ അടിയിലോട്ടേക്ക് എത്താൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക്
ഒരു ടിബറ്റൻ അങ്കിളിനെ കണ്ടു. അപ്പോൾ നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പൊ ഇതുവഴിയാണ്, ഈ അണ്ടർപാസ് വഴിയാണ് നമ്മള് ഇന്ത്യ ഗേറ്റിന്റെ അടിയിലോട്ടേക്ക് എത്താൻ പോകുന്നത് കേട്ടോ. ഗൈസ് കുറച്ചധികം നടക്കാണ്ട് കേട്ടോ അണ്ടർപാസിലോട്ട്. നല്ല വെയിലാണ്, കത്തിക്കരിഞ്ഞ് പപ്പട വരുവും ഗൈസ്. നമ്മൾ റോഡിന്റെ അപ്പുറം നോക്കുമ്പോൾ നമുക്ക് ഇത്ര ദൂരം പ്രതീക്ഷിക്കില്ല കേട്ടോ ഗൈസ്. നമ്മൾ നടക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ദൂരം കാര്യങ്ങളും മനസ്സിലാക്കുള്ളൂ. ഞാൻ വിചാരിച്ച് 2 അടിയുള്ളൂ, പക്ഷെ നടന്നിട്ട് എത്തണില്ല. അങ്ങനെ നമ്മൾ ഒരുവിധം നടന്ന് നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ അടിയിലോട്ട് എത്തി. അവിടെയും ഫോട്ടോഗ്രാഫേഴ്സിന്റെ അടിയാണ് കേട്ടോ. നമ്മളതിനൊക്കെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടായിട്ട് വാ മേഡം എന്നൊക്കെ പറഞ്ഞ് വലിച്ചുകൊണ്ടു. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന ഹിന്ദി നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഈ വിക്കി മുക്കി മൂലൊക്കെയാണ് ഹിന്ദി പറയണത്, പക്ഷെ അവരൊരുമാതിരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയണേ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഗൈസ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡോക്ടറെ കണ്ട് പ്രിക്കോഷൻ എടുത്തിട്ട് വേണം ഡൽഹിയൊക്കെ കാണാൻ പോകാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ചെന്ന് നല്ല പണി കിട്ടും 8-ന്റെ കേട്ടോ. അങ്ങനെ നമ്മൾ കുടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള കാരണം പകുതി വെയിൽ കുഴപ്പമില്ല. പിന്നെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ തേക്കുന്നവരാണെങ്കിൽ അത് തേച്ചിട്ട് പോവുക. ഞാനതൊന്നും തേക്കാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നല്ല രീതിക്ക് കത്തിക്കരിഞ്ഞ് പപ്പട പരിവായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ TV-യിൽ എന്താ പറയുക, റിപ്പബ്ലിക് ഡേക്കും അതുപോലെ തന്നെ അങ്ങനത്തെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കണ്ടിട്ടുള്ള നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ അടിയിലാണ് വന്ന് നിൽക്കുന്നത്. ആസ് എ ഇന്ത്യക്കാരി എനിക്ക് എന്താ പറയാ, രോമൊക്കെ എണീറ്റ് നിൽക്കാൻ ഇതൊക്കെ കാണുമ്പോൾ. കാരണം നമുക്ക് അത്രയും പ്രൗഡ് തരുന്നൊരു സംഭവമാണ് ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരു തവണ ഇത് കണ്ടിരിക്കണം. അപ്പം ഞാൻ ആ ഒരു ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കി, പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അപ്പുറത്തിരിക്കുന്ന സെക്യൂരിറ്റിനെയും കുറച്ച് ചൂലും അങ്ങനത്തെ മാത്രമേ കണ്ടുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും അതിൻ്റെ ഉള്ളിലില്ല. അത് ഓപ്പൺ ആണല്ലോ, അപ്പുറം ഇപ്പുറം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓപ്പൺ സൈഡാണ്. പിന്നെ ഇതിൽ നിറച്ച് നമ്മുടെ ധീര ജവാന്മാരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയോ നമ്മളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം അവരുടെ ചോര കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഇങ്ങനെ എന്താ പറയാ, രോമ എണീറ്റുന്നു ഗൈസ്. അത്രയ്ക്ക് എന്താ പറയാ പ്രൗഡായിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ നമ്മൾ ചുറ്റി നടന്ന് കണ്ട് സെയിം ഇപ്പുറം തന്നെ അപ്പുറവും പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ പച്ചപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചൂട്ടത്തൊന്നും കരിഞ്ഞു പോകാണ്ടിരുന്നത് ഭാഗ്യം. അങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കാൻ കുറെ പേരുണ്ട്. പിന്നെ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ടും പോയി. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അതും കൂടി ഇത് കാണണമല്ലോ. അങ്ങനെ അവിടെ ചെന്ന് അവിടേക്കും അത്യാവശ്യം നടക്കണം കേട്ടോ. നമ്മൾ ഈ കാണുന്ന ദൂരം വെച്ച് നമ്മൾ വിലയിരുത്തരുത്, നല്ല ദൂരമുണ്ട്. ഇങ്ങനെ ഈ പൊരുവെയിലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർക്കൊന്നും കൊടയില്ല, ഒന്നുമില്ല. കൊച്ചുങ്ങളതിനൊക്കെ അങ്ങനെ എന്താ പറയാ, അവരൊക്കെ നടക്കണ കാണുമ്പോൾ സങ്കടം വരും, ഇത്രയും വെയിലത്തെ. അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. അവിടേക്ക് നടന്ന് എത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. കുറെ എന്താ പറയാ ഫോറിനേഴ്സാണ് ഇതൊക്കെ കാണാൻ വന്നേക്കുന്നത് കൂടുതലും കേട്ടോ. സത്യം പറഞ്ഞാണല്ലോ ഞാൻ ആലോചിക്കായിരുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നെന്ന്. സത്യം പറഞ്ഞാൽ പലരും ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ കേരളം എന്താണെന്ന് അറിയുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നന്നായി അറിഞ്ഞു. അയ്യോ സ്വർഗമാണ് നമ്മുടെ കേരളം. അപ്പൊ ഇതാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് നല്ല ടയേർഡായി, കാരണം നല്ല രീതിക്കുള്ള വെയിലും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കൊള്ളുന്നുണ്ട്. എത്ര കുട പിടിച്ചാലും നമ്മൾ എന്താ പറയുക ക്ഷീണം വന്നു പോകും. അതങ്ങനെയാണ് അവിടുത്തെ വെയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഗ്ലൂക്കോവിറ്റിയും കാര്യങ്ങളൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങാനും എന്താ പറയാ വല്ല കുഴഞ്ഞു പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങൾ അവിടെ ചെയ്തത്. ഇനി എന്തായാലും ആൾക്കാരൊക്കെ സൺസ്ക്രീനൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. അല്ലാത്തവർക്ക് എന്നെ പോലെ നല്ല പണി കിട്ടും. ഒരു ക്യാപ്പും വെള്ളം. കാരണം നമ്മുടെ നാട്ടിലത്തെ വെയിലല്ല ഇവിടെ. നമ്മുടെ നാട്ടിലത്തെ വെയിൽ പറഞ്ഞാൽ വയർക്ക് കുളിച്ചങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വയർക്കൂല, കുഴഞ്ഞൊരു വഴി തളർന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പൊ ആ ഒരു പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ ടൈമിൽ വരുന്നവര് വരാട്ടാ.
പോത്തേലോട് ചവിട്ടി പുറത്താക്കിയത്. പിന്നെ അവർക്ക് വരുന്ന കാണാൻ വല്ല കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ അതിനെ കൂടെ യോജിക്കുന്നുണ്ടോ ഗൈസ്? അപ്പൊ നമ്മുടെ സിംഗ്ജി നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഡൽഹിയിൽ വന്നിട്ട് എല്ലാതും നമുക്ക് ഒരേപോലെ ആയിട്ടാണ് തോന്നുന്നത്, നമ്മൾ ആദ്യമായിട്ട് വരുന്ന കാരണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് എയർഫോഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ട്രാഫിക് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ, നല്ല തിരക്കാണ്. അപ്പം എയർഫോഴ്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ കാണാൻ പറ്റുക നമ്മുടെ രാഷ്ട്രപതി ഭവനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് രാഷ്ട്രപതി ഭവനും കാര്യങ്ങളൊക്കെയാണ് വരണേന്ന്. അപ്പം ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് പരേഡും കാര്യങ്ങളൊക്കെ നടത്തുന്ന റോഡും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ ടി വിയിൽ ദൂരദർശനിലാണ് അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും ന്യൂസ് ചാനലിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അത് നേരിട്ട് കാണാനും കൂടി പറ്റി. അപ്പോൾ അത്രയും തിരക്ക് വരുന്ന സ്ഥലമാണ് ഇപ്പം ഈ കാണുന്നത് കേട്ടോ. ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ച് ലോക്കാക്കിയേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ റെയിൽവേ ഭവനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റെയിൽവേ ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ IRTCയുടെ. അപ്പോൾ അവിടെയും നല്ല തിരക്കും കാര്യങ്ങൾ തന്നെയാണ് ആ റൂട്ടിൽ. പിന്നെന്താ അവിടെ ഫ്രണ്ടില് ഒരു നമ്മുടെ വന്ദേ ഭാരതിന്റെ ഒരു മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. നമ്മള് ഈ TV മാത്രമാണ് എന്താ പറയാ ഈ ഡൽഹിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മള് ആദ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര കൗതുകവും കാര്യങ്ങളൊക്കെ ആയി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല വന്ദേ ഭാരതിന്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നൈസായിട്ട് ചോദിച്ചു പുള്ളിയുടെ അടുത്ത്, താമരയാണോ അതോ കേജ്രിവാളാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ കേജ്രിവാളാണ്. പിന്നെ പുള്ളിക്കാരൻ ചെയ്ത ഓരോരോ കാര്യങ്ങൾ ആള് പറഞ്ഞു തുടങ്ങി. അപ്പം കേട്ടിട്ട് തന്നെ കൊതിയായി. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരും ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. അപ്പൊ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 യൂണിറ്റ് വരെ കറണ്ട് ബില്ല് ഈടാക്കില്ലെന്ന്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, ഫ്രീ ഫെയർ ആണ്. അതുപോലെ തന്നെ എന്താണ് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വല്ല പിൽഗ്രിം വിസിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കെയർ ടേക്കറിനെ കൊടുത്ത് അവർക്കും ഫ്രീ ആയിട്ട് അവരെ കൊണ്ടുപോയി കാണിക്കും. ഭയങ്കര എന്താ പറയാ ജനങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നേതാക്കന്മാരാണ് കേട്ടോ. അപ്പൊ പുള്ളി കേജ്രിവാളിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് എനിക്കും കൊതിയായി, എന്നാണാവോ നമ്മുടെ കേരളം ഇതേപോലെ ആവുക. കാരണം അതുമാതിരി എന്താ പറയാ അവർക്ക് ഇങ്ങനെ ഓരോ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാണ്. ഇവിടെ ഇത്ര അധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ടെക്കികളുണ്ട്, അതുണ്ട്. എന്നിട്ടും നമ്മുടെ എന്താ പറയാ നമ്മൾ ഇതിലൊന്നും ഇവരുടെ കാര്യത്തിൽ എത്തുന്നില്ല. പക്ഷെ ഇവര് പല കാര്യങ്ങളിലും നമ്മുടെ അടുത്ത് എത്തുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ പറയുമ്പോ എല്ലാം പറയണല്ലോ. അതൊക്കെ കേട്ടിട്ട് കൊതിയായി നമുക്ക്. അപ്പോൾ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഓരോ സ്പോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോകുന്നത് കേരള ഭവനിലാണ്. കാലത്ത് പോയപ്പോൾ നമുക്ക് പറ്റിയില്ല, അവിടുത്തെ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റേറ്റിലും ഇങ്ങനെ ഹൗസുകളുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ അങ്ങനെ ഹൗസുകളുള്ളത് നമ്മുടെ ഗുജറാത്തിനാണ് കേട്ടോ. അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പൊ പുതിയതൊന്നും കൂടി വന്ന് 3 എണ്ണമായി. അപ്പോൾ അവരുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പുള്ളി അതിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ എന്താ പറയാ കേട്ടിട്ട് നമുക്ക് അങ്ങനെ വർണ്ണിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ മിണ്ടാണ്ടിരുന്നു. അങ്ങനെ പുള്ളിനെ ആദ്യമായിട്ട് അത്ര മലയാളികളെ കിട്ടുന്നത്. പുള്ളി അങ്ങനെ പഞ്ചാബി അല്ലെങ്കിൽ മഹാരാഷ്ട്ര അങ്ങനത്തെ ക്ലൈൻസാ വരാറ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറുന്ന സമയത്ത് നമ്മൾ വാഷ്റൂമിൽ പോയായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മുടെ മലയാളികളെ കണ്ടപ്പോ എന്റെ പൊന്നോ, മരുഭൂമിയിൽ മഴ പെയ്തൊരവസ്ഥ. കാരണം നമ്മൾ ഇത്രയും ലോങ് വന്നിട്ട് ഒരു മലയാളിയോ അല്ലെങ്കിൽ ഒരു മലയാളി വണ്ടി പോലും കാണാത്ത ഒരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇവരെ കണ്ടപ്പോൾ മാറി. ഇവര് കാസർഗോഡ് കണ്ണൂരിൽ നിന്ന് ഇതുപോലെ ട്രിപ്പ് വന്നേക്കുന്നതാണ്. അപ്പൊ ഇവര് വാഷ്റൂമിൽ വന്നപ്പോ നമ്മളിങ്ങനെ സംസാരിക്കണ കണ്ടപ്പോ മലയാളീസ് അല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞപ്പോ നമ്മളങ്ങനെ സ്നേഹം പങ്കിട്ട് നിൽക്കുകയായിരുന്നു ഗൈസ്. അപ്പൊ ഇവരെ കണ്ടപ്പോ ഒരു സമാധാനം. കാരണം ഇവിടെ ഉള്ളത് മൊത്തം
എന്താ പറയാ, അയ്യോ കാണുമ്പോൾ തന്നെ പേടിയാവുന്ന കുറെ ആൾക്കാരുകളാണ്. അത് ഈ പാൻപരാഗും ഹാൻഡ്സൊക്കെ വെച്ച് നടക്കുന്ന ടീംസും. അപ്പൊ ഇവരെ കണ്ട് കുറച്ചു നേരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എവിടൊക്കെ പോയി, എന്തൊക്കെ കണ്ട്, ഇനി എന്തൊക്കെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരും നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരും കേരള ഹൗസിലോട്ട് വന്നാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ അവരുടെ കൂട്ടത്തിൽ കുറെ പേര് വന്നിട്ടുണ്ട്. അവരെല്ലാം അപ്പുറത്തെ സൈഡിലാണ്, ഇവര് വാഷ്റൂമിൽ വന്നേക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു. അവരെ എന്താ പറയാ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരോട് സംസാരിച്ച് കുറച്ചു നേരം നിന്ന് പോയി. അങ്ങനെ ഇതാണ് നമ്മുടെ കേരള ഹൗസിലെ ടിക്കറ്റ് എടുത്ത ഒരവസ്ഥയാണ് കേട്ടോ. ഈ കണ്ടവർ മുഴുവൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുന്നതാണ്, ക്യൂവിലാണ് കേട്ടോ. നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്നലെ ട്രെയിനിൽ വെച്ച് കണ്ട നമ്മുടെ രാജുവെങ്കിലും അതുപോലെ തന്നെ മിനിയാന്റിയും റെജിയങ്കളും എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഡൽഹിയിൽ വന്നപ്പം കേരള ഹൗസിലോട്ട് വന്നപ്പോ ഇവരെല്ലാവരും കണ്ടപ്പോ ഒത്തിരി സന്തോഷമായി. ഇന്നലെ കണ്ടിറങ്ങിയുള്ളൂ ഇവരെല്ലാവരും. അപ്പൊ ഇവിടെ വന്നപ്പോ ഭയങ്കര സർപ്രൈസ്. എന്താ ഫുഡൊക്കെ കഴിച്ചാ? എല്ലാം കഴിച്ചു. എങ്ങനെയുണ്ട് ഡൽഹി? കഴിച്ച ഫുഡ് കേരളത്തിലെ പോകുന്നത്. എന്നാ നടക്കട്ടെ നടക്കട്ടെ. ഫുഡ് കഴിക്കാനുള്ള തിരക്കാണ് കേട്ടോ നമ്മുടെ കേരള ഹൗസിൽ. അന്യായ തിരക്കാണ്. നമ്മള് കേരള ഹൗസിന്റെ ഉള്ളിലോട്ട് കയറി. ഒരുപാട് നേരത്തെ തിക്കും തിരക്കും ശേഷം നമ്മള് കേരള ഹൗസിലോട്ട് കയറിയേക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു കുഞ്ചു. അപ്പൊ നമ്മുടെ പറഞ്ഞിട്ടുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മളിപ്പോ വന്നേക്കുന്നത് രാജ്ഘട്ടിലാണ്. നമ്മുടെ ഗാന്ധിജിയുടെ സ്ഥലത്തോട്ട് എത്തിയേക്കാണ്. അപ്പം നമുക്ക് 4 മണിക്കുള്ളിൽ തിരിച്ചെത്തണം. അപ്പം അതിനു മുന്നേ ഇതൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാജ്ഘട്ടിലോട്ട് എൻട്രി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഷൂസും കാര്യങ്ങളൊക്കെ റാക്കിലെടുത്ത് വെക്കണം. അപ്പോൾ അവിടെ ഒത്തിരി ഫോറിനേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെക്കാൾ കൂടുതലും ഇതൊക്കെ കാണാനും അറിയാനൊക്കെ വരുന്നത് ഫോറിനേഴ്സാണ് കേട്ടോ. അപ്പം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ മാറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടി വിയിൽ മാത്രമാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളൂ, എന്തെങ്കിലും അനുസ്മരണ ദിവസം പുഷ്പാർച്ചനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതൊന്ന് നേരിട്ട് കാണാനുള്ള എന്താ പറയുക ഒരു ഭാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായി. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോയൊക്കെ എടുക്കുന്നുണ്ട്. കുറേ പേര് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അവർ അത്രയും എന്താ പറയുക ദൈവത്തിന് തുല്യം കാണുന്ന ഒരു മനുഷ്യൻ്റെ സ്മൃതി മണ്ഡപമാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പേര് അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മാത്രമല്ല മുൻ പ്രധാനമന്ത്രിമാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രപതിമാരുടെയൊക്കെ സ്മൃതി മണ്ഡപം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ രാജീവ് ഗാന്ധിയുടെ, അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ, നമ്മുടെ മലയാളിയായ KR നാരായണ മേനോൻ സാറിൻ്റെ, അവരുടെ ഒക്കെ സ്മൃതി മണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് രാത്രിയിൽ കാണാൻ ഒത്തിരി ഭംഗി ഉണ്ടാവാം. ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പം ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷെ ആ ഒരു ആംബിയൻസ് കൂടി വരുമ്പോൾ വല്ലാത്തൊരു ഫീലായിരിക്കും. പിന്നെ അവിടെ കെടാതെ ഒരു എന്താ പറയുക ജ്യോതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവുന്നോ അല്ലെങ്കിൽ പകലെന്നോ എന്നില്ലാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കാണാനുള്ള യോഗം ഉണ്ടായത് എന്താ പറയുക ഭയങ്കര സന്തോഷമായി. നല്ല നട്ടപ്പുറം വെയിലത്താണ് കേട്ടോ നമ്മളിത് കാണാൻ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് കാണാൻ പറ്റി.
ഇനി നമ്മൾ വേറെയും കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പം പതുക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാണ്. കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. ഡൽഹിയിലത്തെ ചൂടും കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് നീങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ജിതേന്ദ്ര സിംഗ് അവിടെ പാർക്കിങ്ങിൽ വെയിറ്റിംഗ് ആണ്. വെള്ളം കുടിച്ച് നമ്മൾ ആവശ്യം നിലയായി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറെ സ്ഥലങ്ങളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.